കാന്താരയിലെ രംഗം വേദിയിൽ അനുകരിച്ച രൺവീർ. താരത്തിന്റെ പ്രവൃത്തി വിവാദത്തിൽ കാന്താരയെയും ഋഷഭ് ഷെട്ടിയെയും കുറിച്ചുള്ള മോശമായ രൺവീറിന്റെ പരാമർശവും അനുകരണവുമാണ് വിവാദങ്ങൾക്ക് കാരണം. ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തകർത്ത ചിത്രമാണ് ഋഷഭ് ഷെട്ടിയുടെ കാന്താര ചാപ്റ്റർ 1. ഒക്ടോബർ 2 റിലീസ് ചെയ്ത ചിത്രം കേരളത്തിൽ നിന്നടക്കം മികച്ച പ്രതികരണങ്ങളാണ് നേടിയത്. 2022 സെപ്റ്റംബർ 30 പാൻ ഇന്ത്യൻ റിലീസായി എത്തിയ കാന്താരയുടെ ആദ്യ ഭാഗം ഇന്ത്യൻ സിനിമയിൽ തന്നെ കോളിളക്കം സൃഷ്ടിച്ച ഒന്നാണ്. ആദ്യ ഭാഗത്തിന് ഗംഭീര വിജയം നേടാനായതിനാൽ തന്നെ രണ്ടാം ഭാഗത്തിലും പ്രേക്ഷകർ ആ പ്രതീക്ഷ കാത്തുസൂക്ഷിച്ചിരുന്നു. തിയേറ്ററുകളിലെ മികച്ച വിജയത്തിനു ശേഷം ചിത്രം ഇപ്പോൾ ഇതാ OTTയിലും എത്തിയിരിക്കുകയാണ്. ഇറങ്ങിയ എല്ലാ ഭാഷകളിൽ നിന്നും മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചത്. വിദേശത്ത് നിന്ന് മാത്രം 108 കോടി രൂപയോളം കാന്താര നേടി. 813 കോടി രൂപയാണ് ചിത്രം ആകെ സ്വന്തമാക്കിയത്. കേരളത്തിൽ നിന്ന് 55 കോടിയും ഹിന്ദി പതിപ്പിന് 204 കോടി രൂപയുമാണ് ചിത്രം സ്വന്തമാക്കിയതെന്നാണ് കണക്കുകൾ. എന്തായാലും കന്നഡ, മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിലായി ചിത്രം സൂപ്പർ ഹിറ്റായിരുന്നു. ഇപ്പോഴിതാ ചിത്രവുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ വഴിവെച്ചിരിക്കുന്നത്. രൺവീർ സിംഗിന്റെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. സംഭവം നടക്കുന്നത് ഗോവയിലാണ്. രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ സമാപന വേദിയിലായിരുന്നു സംഭവം. സിനിമയിലെ ഋഷഭ് ഷെട്ടി അവതരിപ്പിച്ച ദൈവിക രൂപത്തെ പെൺപ്രേതം എന്ന് വിശേഷിപ്പിച്ചാണ് രൺവീർ അത് അനുകരിച്ചത്. അതും വലിയ വിവാദത്തിനും വിമർശനത്തിനും കാരണമായി എന്ന് മാത്രമല്ല, താരത്തിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഉയരുന്നത്. ദക്ഷിണേന്ത്യയിലെ തെയ്യം ആരാധകരുമായി ബന്ധപ്പെട്ട ദൈവിക ബിംബത്തെ പെൺപ്രേതമെന്ന് പരാമർശിച്ചത് അനാദരവാണെന്നാണ് കമന്റുകൾ. ഞാൻ കാന്താര സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. ഋഷഭ് ഷെട്ടി, നിങ്ങളുടെ പ്രകടനം സൂപ്പറായിരുന്നു. പ്രത്യേകിച്ച് ആ പെൺപ്രേതം നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന രംഗം അതിശയകരമാണെന്നാണ് താരം പറഞ്ഞത്. മാത്രമല്ല, കണ്ണാടി ഊരി ആ രംഗം താരം അനുകരിക്കുന്നുമുണ്ട്. വേദിയിൽ നിന്ന് താഴെയിറങ്ങി രൺവീർ ഋഷഭിനെ കണ്ടപ്പോൾ ആ രംഗം അനുകരിക്കാൻ ശ്രമിക്കുന്നതും വളരെ വിനയത്തോടെ അങ്ങനെ ചെയ്യരുതെന്ന് ഋഷഭ് പറയുന്നതും ഈ വീഡിയോയിലുണ്ട്. ഇതോടുകൂടി സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിലുള്ള വിമർശനമാണ് ഉയർന്നത്. എന്തായാലും രൺവീർ സിംഗ് അങ്ങ് എയറിലാണ്. കാന്താരയിലെ രംഗം അനുകരിക്കാൻ ശ്രമിച്ചാണ് താരം വെട്ടിലായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സമാപന ചടങ്ങിൽ നടന്ന സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിലെ വലിയ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു. പിന്നാലെ താരത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് സോഷ്യൽ മീഡിയ എന്ന് വേണമെങ്കിൽ പറയാം. ഋഷഭ് ഷെട്ടിയും കാന്താരയുടെ അണിയറ പ്രവർത്തകരും പരിപാടികളിൽ അതിഥികളായി എത്തിയിരുന്നു. രൺവീർ സിംഗ് ആയിരുന്നു പരിപാടിയുടെ അവതാരകൻ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.